ഹായ് ഫ്രണ്ട്സ്, ഇന്നു മുതൽ നമ്മൾ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ SSC RRB ജൂനിയർ എഞ്ചിനീയർ ലെവൽ സിവിൽ എക്സാംസിന് വേണ്ടിയുള്ള ടെക്നിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അകത്തെ ഒറിജിൻ ഓഫ് സോയിൽസ് എന്ന പോർഷനാണ് ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ് തുടങ്ങാം. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെ സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിൽ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് എയ്തർ ആസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഓർ ആസ് ഫൗണ്ടേഷൻ മെറ്റീരിയൽ. അതായത് എന്താണ്, സോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ടോ ഇല്ലെ ഫൗണ്ടേഷനിലുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് നമ്മൾ സോയിലിനെ ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഉപയോഗിക്കുന്ന സോയിലിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെയാണ് നമ്മൾ സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോയിൽ റോക്സിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ആ റോക്സിൽ നിന്ന് ഏത് രീതിയിലാണ്? ഒന്നുകിൽ ഫിസിക്കൽ വെതറിങ് കൊണ്ടോ ഇല്ലെങ്കിൽ കെമിക്കൽ വെതറിങ് സംഭവിച്ചോ നമുക്ക് സോയിൽ ഫോം ചെയ്യും. ഓക്കെ, ഇത് രണ്ടും എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നതാണ്. പിന്നെ ഇങ്ങനെ സോയിൽ ഫോം ചെയ്യുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പെഡോജെനസിസ് എന്നാണ് പറയുന്നത്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. സോയിൽ ഫോർമേഷൻ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഈ സൈക്ലിക് പ്രോസസ്സിന് പറയുന്ന പേരാണ് ജിയോളജിക്കൽ സൈക്കിൾ ഓർ പെഡോജെനസിസ് സൈക്കിൾ. അപ്പോൾ ജിയോളജിക്കൽ സൈക്കിൾ ഓർ പെഡോജെനസിസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫിഗർ നോക്കിയാൽ കാണാം. ആദ്യമേ അവിടെ ഒരു അപ്ഹീൽ, അതായത് ഒരു റോക്ക് ഫോം ചെയ്തേക്കുന്ന ഒരു ഇത്. അതിൽ നിന്ന് എന്താണ് വെതറിങ് സംഭവിക്കുന്നു. വെതറിങ് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഓർ കെമിക്കൽ വെതറിങ് ഉണ്ടാകും. അതുമൂലം എന്തുണ്ടാകുന്നു? സോയിൽ പാർട്ടിക്കിൾസ്, സോയിൽ സെഡിമെൻറ്റ്സ് ഉണ്ടാകുന്നു. ഈ സോയിൽ സെഡിമെൻറ്റ്സിനെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അത് എങ്ങനെ ആവാം? ഒന്നുകിൽ വിൻഡ് ത്രൂ ആകാം, ഇല്ലെങ്കിൽ വാട്ടർ ത്രൂ ആകാം. അങ്ങനെ പല ഏജൻസ് വഴി ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് ഇതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിഷൻ എന്താണ്? വീണ്ടും ഒരു അപ്ഹീല് പോലെ ഫോം ചെയ്യുന്നു, ഒരു റോക്ക് പോലെ പതിയാവുന്നു. വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിതിനെ ജിയോളജിക്കൽ സൈക്കിൾ ഓർ പെഡോജെനസിസ് സൈക്കിൾ എന്ന് പറയുന്നത്. വെതറിങ് ഓഫ് റോക്സ്. വെതറിങ് ഓഫ് റോക്സ് എങ്ങനെയാണ്? രണ്ട് രീതിയിൽ നടക്കാം. ഒന്നുകിൽ ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ വെതറിങ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഫിസിക്കൽ വെതറിങ്ങിൻ്റെ അകത്ത് എന്താണ്? ഫിസിക്കൽ ആക്ഷൻ ബൈ വേരിയസ് ഏജൻസീസ് സച്ച് ആസ് റണ്ണിങ് വാട്ടർ, ഹെവി വിൻഡ്, ടെമ്പറേച്ചർ ചേഞ്ചസ്, റെയിൻഫോൾ എക്സെട്ര. അതായത് സോയിൽ സെഡിമെൻറ്റ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഫിസിക്കൽ ആക്ഷൻസ് വഴിയാണ്. അതായത് റണ്ണിങ് വാട്ടർ ത്രൂവോ ഇല്ല ഹെവി വിൻഡോ, ടെമ്പറേച്ചർ ചേഞ്ചസ്, ഇങ്ങനെയുള്ള കുറച്ച് ഫിസിക്കൽ ആക്ഷൻസ് വഴിയാണ് അവിടെ സോയിൽ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ സോയിൽ സെഡിമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് പേരന്റ് റോക്കിൻ്റെ പ്രോപ്പർട്ടി ഇല്ല, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ അത് തന്നെ ആയിരിക്കും ഈ ന്യൂലി ഫോം ചെയ്ത സോയിൽ സെഡിമെൻറ്റ്സും ക്യാരി ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് കോഴ്സ് ഗ്രൈൻഡ്, അതേപോലെ തന്നെ കൊഹിഷൻ ലെസ് ആയിട്ടുള്ള സോയിൽ. അതിന് എക്സാമ്പിളാണ് ഗ്രാവൽ, സാൻഡ് പോലുള്ള മുതലായ സോയിലുകൾ. ഓക്കെ, ഇനി കെമിക്കൽ വെതറിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ്? കെമിക്കൽ വെതറിങ് വഴി എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്? അത് ഡ്യൂ ടു കെമിക്കൽ ആക്ഷൻസ് സച്ച് ആസ് ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, കാർബണേഷൻ, ലീച്ചിങ് ഓഫ് വാട്ടർ എക്സെട്ര. അതായത് കെമിക്കൽ ആക്ഷൻസ് ഏതൊക്കെയാണ്? ഓക്സിഡേഷൻ ത്രൂവോ ഇല്ല ഹൈഡ്രേഷൻ, കാർബണേഷൻ, ലീച്ചിങ് ഓഫ് വാട്ടർ, ഇങ്ങനെയുള്ള കെമിക്കൽ ആക്ഷൻസ് വഴി സോയിൽ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന സോയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ പേരന്റ് റോക്കിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ന്യൂലി ഫോം ചെയ്ത സോയിൽ സെഡിമെൻറ്റ്സും പേരന്റ് റോക്കിൻ്റെയും പ്രോപ്പർട്ടികൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിന് എക്സാമ്പിളാണ് ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ കൊഹസീവ് ആയിട്ടുള്ള സോയിൽ. അതാണ് നമ്മുടെ ക്ലേ, സിൽറ്റ് മുതലായ സോയിലുകൾ. If weathered soil remains over parent rock, same place or near to parent rock. അതായത് ഇപ്പോൾ വെതേർഡ് ആയിട്ടുള്ള ഈ സോയിൽ നമ്മുടെ പേരന്റ് റോക്കിൻ്റെ അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റെസിജ്വൽ സോയിൽ. ഈ റെസിജ്വൽ സോയിലിന് എക്സാമ്പിളാണ് ലാറ്ററൈറ്റ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നിവ. ഇനി ഈ വെതേർഡ് ചെയ്ത സോയിൽ ട്രാൻസ്പോർട്ടഡ് അറ്റ് സം അതർ പ്ലേസ് ആൻഡ് ഡെപ്പോസിറ്റഡ്. വേറൊരു സ്ഥലത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്തത് ഏതാണ്? ത്രൂ ഏജൻസ് വഴി അത് ട്രാൻസ്പോർട്ടായി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ളൊരു സോയിലിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കെമിക്കൽ വെതറിങ്ങിൻ്റെ അവിടെ പഠിച്ചു ലീച്ചിങ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വാഷിംഗ് ഔട്ട് ഓഫ് സോൾട്ട് ഫ്രം ദ സോയിൽ ഡ്യൂ ടു ഫ്ലോ ഓഫ് വാട്ടർ സോയിലിലൂടെ ഒഴുകുന്ന ടൈമിൽ ഈ സോയിലിനുള്ളിലുള്ള സോൾട്ടിനെല്ലാം കൂടെ അടിച്ച് കലക്കി എടുത്തിട്ട് തരത്തില്ല, അതിനെയാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനിയും
ഈ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സോയിലിനെ വെതർ ചെയ്ത സോയിലിനെ നമ്മൾ പറഞ്ഞു പല ഏജൻസ് വഴി ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസ് ഏതൊക്കെയാണ്? അങ്ങനെ ആ ഏജൻസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സോയിലിന് പറയുന്ന പേരെന്താണ്? ഇതാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏജൻ്റാണ് എയർ ഓർ വിൻഡ്. അപ്പം എയർ കൊണ്ടോ ഇല്ലെ വിൻഡ് മൂലമോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലിന് പറയുന്ന പേരാണ് എയോലിൻ സോയിൽ. ഇതിന് എക്സാമ്പിളാണ് ലോയിസ് ഡ്യൂൺസാൻഡ്. ഓക്കെ, ഈ എക്സാമ്പിൾസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഇനി ത്രൂ വാട്ടർ ആണെങ്കിൽ ഈ വാട്ടർ തന്നെ നമുക്ക് റിവർ വാട്ടർ ഉണ്ട്, ലേക്ക് വാട്ടർ ഉണ്ട്, സീ വാട്ടർ ഉണ്ട്. ഓക്കെ, ഇനി റിവർ വാട്ടർ ത്രൂ ആണ് സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ലോം. അതേപോലെയാണ് ലേക്ക് വാട്ടർ ആണെങ്കിൽ ലക്കസ്ട്രെയിൻ സോയിൽ എന്നാണ് പറയുന്നത്. അതാണ് വാർവർഡ് ക്ലേ ആണ് അതിന് എക്സാമ്പിൾ വരുന്നത്. സീ ആണെങ്കിൽ മറൈൻ സോയിലും അതിന് എക്സാമ്പിളാണ് മാൾ എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ ആക്ഷൻ മൂലമാണ് സോയിൽ ട്രാൻസ്പോർട്ട് ആവുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൊളൂവിയൽ സോയിൽ. അതിന് എക്സാമ്പിളാണ് താലൂസ്. അതേപോലെ തന്നെ ഗ്ലേഷ്യർ ഏജൻ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എക്സാമ്പിൾ പറയുന്നതാണ് ഡ്രിഫ്റ്റ്, ഔട്ട് വാഷ്, ടില്ല്. ഈ പറയുന്ന സോയിലുകളാണ് ഗ്ലേഷ്യർ ഏജൻറ്റ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലുകൾ. ഇനി സ്വാമ്പ് ആൻഡ് മാർഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിന് എക്സാമ്പിളാണ് മക്ക് ആൻഡ് പീറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ഓർഗാനിക് സോയിലായിരിക്കുമേ. ഇനി നമ്മൾ സോയിലിൻ്റെ കുറച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് ഓഫ് സോയിലുണ്ടെന്ന്, അതെന്താണെന്നൊന്ന് ജസ്റ്റ് പറയുവാണ്. ഇനി അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്പോസിറ്റ് സെഡിമെൻറ്റ്സ് വെൻ റണ്ണിങ് വാട്ടർ വെലോസിറ്റി ഡെക്രീസസ്. അതായത് റണ്ണിങ് വാട്ടർ ഒഴുകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ സെഡിമെൻറ്റ്സ് ഇങ്ങനെ കലങ്ങി എടുത്തിട്ടായിരിക്കും അത് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ ആ വാട്ടറിൻ്റെ വെലോസിറ്റി കുറയുമ്പോഴത്തേക്കിന് എന്താണ്, അതിനകത്ത് ഉണ്ടായിരുന്ന ആ സെഡിമെൻസിനെ അത് പതിയെ അവിടെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇനി ലക്കസ്ട്രെയിൻ സോയിൽ എന്ന് പറയുമ്പം സോയിൽ ക്യാരിഡ് ബൈ റിവർ വൈൽ എൻറ്ററിങ് എ ലേക്ക് ഡെപ്പോസിറ്റ്സ് ഓൾ ദ കോസർ പാർട്ടിക്കിൾസ് because of a sudden decrease in velocity, but the fine-grained soil particles move to the center of the lake and settles when the water becomes still. എന്താണ് പറയുന്നത്? അതായത് ഈ റിവർ വാട്ടർ ഒരു ലേക്കിലേക്ക് ഇങ്ങനെ സെഡിമെൻസുമായിട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഈ ലേക്കിലേക്ക് കയറുമ്പോൾ എന്താണ്, ആ വാട്ടറുമായിട്ട് മുട്ടി നിൽക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വെലോസിറ്റി, ഈ വാട്ടറിൻ്റെ വെലോസിറ്റി കുറയുന്നു. അങ്ങനെ കുറയുന്ന ടൈമിൽ എന്താണ്, നമ്മുടെ ഈ കോഴ്സറായിട്ടുള്ള പാർട്ടിക്കിൾസ് എന്താണ് അവിടെ അങ്ങ് സെറ്റിൽ ആവും. അതാണ് അതിൻ്റെ ഔട്ടറിൽ, ലേക്കിൻ്റെ ഔട്ടറിൽ കോഴ്സർ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യുകയും എന്നാൽ ഈ വെള്ളം മുന്നോട്ടേക്ക് ലേക്കിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് കയറുന്ന പോലെ ചേർന്ന് പോകുമ്പോഴത്തേക്കിന് എന്താണ്, അതിനകത്ത് ഫൈൻ പാർട്ടിക്കിൾസ് ഈ ലേക്കിൻ്റെ സെൻട്രലായിട്ടും ചെന്ന് ഡെപ്പോസിറ്റ് ആകുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ലെയേഴ്സ് ആർ ഫോംഡ് വിത്ത് സീസൺ ആൻഡ് സച്ച് ഡെപ്പോസിറ്റ്സ് ആർ കോൾഡ് ലക്കസ്ട്രെയിൻ സോയിൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതൊരു ഓൾട്ടർനേറ്റീവ് ലെയർ പോലെ ആയിരിക്കും. ഇത് ഓരോ സീസൺ അനുസരിച്ച് ഇതിൻ്റെ ലെയർ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ ലെയർ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി മറൈൻ സോയിൽ എന്ന് പറയുന്നത് എന്താണ്? സോയിൽ ഫോംഡ് ബൈ ദ സെഡിമെൻറ്റേഷൻ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ഇൻ ഡീപ്പ് സീ വാട്ടർ. ഓക്കെ, ഡീപ്പ് സീ വാട്ടറിൽ സോയിൽ സെഡിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മറൈൻ സോയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി കംപ്രസിബിൾ ആൻഡ് ഹാവ് ലോ ഷിയർ സ്ട്രെങ്ത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. ഹൈലി കംപ്രസിബിൾ ആണ്, അതേപോലെ തന്നെ ലോ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും. കൺസിസ്റ്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ. ഇതിൽ ഓർഗാനിക് മാറ്റർ കൂടുതലായിരിക്കും. ഇനി ഇന്ത്യയിൽ കാണുന്ന കോമൺ ടൈപ്സ് ഓഫ് സോയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഒന്നാണ് ലോയിസ്. ലോയിസ് എന്ന് പറഞ്ഞാൽ അത് ഫോംഡ് ഇൻ ആരിഡ് ആൻഡ് സെമി ആരിഡ് റീജിയൻസിലാണ് കാണപ്പെടുന്നത്. അതേപോലെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോ ബിയറിംഗ് കപ്പാസിറ്റി, അതേപോലെ ഹൈ കംപ്രസിബിൾ ആയിട്ടുള്ള ഒരു സോയിലാണ് ലോയിസ് സാൻഡ്. ഇനി അടുത്താണ് കാലേജ്. അതെന്ന് പറയുന്നത് റിച്ച് ഇൻ കാൽസ്യം കാർബണേറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രാവൽ, സാൻഡ് ആൻഡ് ക്ലേസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ സെമി ആരിഡ് ക്ലൈമറ്റ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ലോം. ലോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വിച്ച് ഇൻ സം കേസസ് മേ കൺസിസ്റ്റ് ഓഫ് ഓർഗാനിക് മാറ്റർ. നെക്സ്റ്റ് സോയിലാണ് ക്യുമുലോ സോയിൽ. ക്യുമുലോ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് മാറ്റർ ആയിട്ടുള്ള പീറ്റ് ഇല്ല, മക്ക് പോലുള്ള സോയിലല്ല, ആ സോയിലിനെ തന്നെയാണ് നമ്മൾ ക്യുമുലോ സോയിൽ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഓർഗാനിക് കണ്ടന്റ് അണ്ടർ വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ സീവേജ് ഫെസിലിറ്റീസ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയസിൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് സോയിലിനെ കാണാൻ പറ്റും. അടുത്ത സോയിലാണ് ഗംബോ. ഗംബോ സോയിൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഹൈലി സ്റ്റിക്കി, പ്ലാസ്റ്റിക് ആൻഡ് ഡാർക്ക് കളേർഡ് സോയിലാണ്. പിന്നെ മാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മറൈനിൽ ഉള്ള ഒരു സോയിലാണ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡ്യൂ ടു ദ ഡീകമ്പോസിഷൻ ഓഫ് സെൽ മാസ് ആൻഡ് ബോൺസ് ഓഫ് അക്വാട്ടിക് ലൈഫ്.
ഇനി നെക്സ്റ്റ് വണ്ണാണ് ഹ്യൂമസ്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് മഡ് ആൻഡ് ഡെഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, ദെൻ പീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് മാറ്റർ ഉള്ള സോയിലാണ്. ഇറ്റ് കണ്ടെയ്ൻ ഹൈലി ഓർഗാനിക് സോയിൽ കണ്ടെയ്നിങ് ഓൾമോസ്റ്റ് ഡീകമ്പോസ്ഡ് വെജിറ്റബിൾ മാറ്റർ. ഇനി ഗ്രാവൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഗ്രാവൽ, സാൻഡ്, സിൽറ്റ്, ക്ലേ എന്നൊക്കെ പറയുന്ന സോയിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസ് ഗ്രാവൽ എന്ന് പറയപ്പെടുന്ന എപ്പോഴാണ് ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഒരു 4.75 mm-നും 80 mm-നും ഇടയ്ക്കാണെങ്കിൽ നമ്മളതിനെ ഗ്രാവൽ എന്ന് പറയും. ഇഫ് ദ റേഞ്ച് ഈസ് ബിറ്റ്വീൻ 0.075 mm to 4.75 mm ആണെങ്കിൽ അതിനെ സാൻഡ് എന്നും, അതുപോലെ തന്നെ ഇഫ് പാർട്ടിക്കിൾ സൈസ് ഈസ് ബിറ്റ്വീൻ 0.002 mm ആൻഡ് 0.075 mm ആണെങ്കിൽ നമ്മൾ സിൽറ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ 0.002 mm-നെ നമുക്ക് എന്താണെന്ന് പറയാം? നമുക്ക് 2 മൈക്രോൺ എന്ന് പറയാം. അതേപോലെ തന്നെ 0.075 mm-നെ 75 മൈക്രോൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ്? 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു 10⁻³ mm ആണ്. ഓക്കെ, ഇനി കോബിൾസ് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ഈ 80 mm-നും 300 mm സൈസിനും ഇടയ്ക്കുള്ള പാർട്ടിക്കിൾസിനാണ് കോബിൾസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബോൾഡേഴ്സ് എന്ന് പറയുന്നത് ഈ 300 mm-നേലും വലിയ പാർട്ടിക്കിൾസിനാണ് നമ്മൾ ബോൾഡേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ റെയിൽവേ എഞ്ചിനീയറിംഗിൽ പഠിക്കും. നമ്മൾ ട്രാക്കിലിടുന്നത് ഈ ബോൾഡേഴ്സ് ആണ്. പിന്നെ ടഫ് എന്ന് പറയുന്നത് ദിസ് ആർ സ്മോൾ കോഴ്സ് ഗ്രൈൻഡ് സ്ലൈറ്റ്ലി സിമെൻറ്റഡ് വോൾക്കാനിക് ആഷ് ദാറ്റ് ഹാസ് ബീൻ ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് ഓർ വാട്ടർ. അതായത് എന്താണ് ടഫ് എന്ന് പറയുന്നത്? നമ്മുടെ സ്മോൾ ഗ്രൈൻഡ് കോഴ്സ് ഗ്രൈൻഡ് ആയിട്ടുള്ള സോയിലാണ്. അതിൻ്റെ അകത്ത് എന്താണ്? നമ്മുടെ വോൾക്കാനിക് ആഷും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സോയിലാണ് വരുന്നത്. ആൻഡ് ഇതെന്താണ്? മെയിൻലി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈ വിൻഡ് ഓർ വാട്ടർ ത്രൂ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വണ്ണാണ് ബെൻറ്റോനൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ല നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഡ്രില്ലിങ് ചെയ്യുന്ന, അതായത് നമ്മുടെ സോയിൽ ഡ്രില്ല് ചെയ്യുന്ന, എക്സ്കവേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ബെൻറ്റോനൈറ്റിനെ നമ്മളൊരു ഡ്രില്ലിങ് മഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പൈലിനൊക്കെ വേണ്ടിയിട്ട് ഈ എക്സ്കവേറ്റ് ചെയ്യുന്ന ടൈമിൽ കാണാം ഈ ബെൻറ്റോനൈറ്റ് ക്ലേയും കൂടെ ആ കുഴിക്കകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കാണാം. ഓക്കെ, അപ്പം ബെൻറ്റോനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലേ ഫോംഡ് ബൈ കെമിക്കൽ വെതറിംഗ് ഓഫ് വോൾക്കാനിക് ആഷ് വിച്ച് ഹാവ് ഹൈ കണ്ടന്റ് ഓഫ് മോൺട്മോർലനൈറ്റ് and pulverized slurry of bentonite is highly plastic and is often used as a lubricant in drilling. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു കെമിക്കൽ വെതറിംഗ് വഴി ഉണ്ടാകുന്ന ക്ലേ ആണ് ബെൻറ്റനൈറ്റ്. ഇതിൻ്റെ അകത്ത് വോൾക്കാനിക് ആഷിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മോൺട്മോർലനൈറ്റ് എന്ന് പറയുന്ന ആ മിനറൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്ലേ എന്താണ്? ഹൈലി പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ക്ലേ ആണ്. ഇനി അടുത്താണ് കയോലിൻ നമ്മൾ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ചൈന ക്ലേ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്യുവർ ഫോം ഓഫ് വൈറ്റ് ക്ലേ വിച്ച് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ സെറാമിക് ഇൻഡസ്ട്രി. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിക്കുമ്പോഴത്തേക്കിന് സെറാമിക്കിൻ്റെ ചാപ്റ്ററിൽ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഈ കയോലിൻ ക്ലേ എന്ന് പറയുന്നത്. അടുത്താണ് ഹാർഡ് പാൻസ് ആർ types of soil that offer great resistance to the penetration of drilling tools during soil explorationന്റെ ടൈമിൽ നല്ല ഗ്രേറ്റർ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ഈ ഹാർഡ് പാൻസ് എന്ന് പറയുന്നത്. ഇനി വാർവഡ് ക്ലേ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റ് തിൻ ലെയർ ഓഫ് സിൽറ്റ് ആൻഡ് ക്ലേ. ഈ വാർവഡ് ക്ലേ നമ്മൾ ഇതിന് മുന്നേയും എക്സാമ്പിളായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതെന്തിനാണ്? ലക്കസ്ട്രൈൻ സോയിലിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ലേക്ക് വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒന്നായിട്ടാണ് നമ്മൾ വാർവഡ് ക്ലേ കണ്ടത്. ഇനി ടില്ലെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഗ്ലേഷ്യേഴ്സ് ആൻഡ് ഐസ്ബർഗ് ആൻഡ് മേ കണ്ടെയ്ൻ മിക്സ്ചർ ഓഫ് ഗ്രാവൽ, സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. സോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഒറിജിൻ ഓഫ് സോയിൽസ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനുമായിട്ടാണ് വരുന്നത്. അതുപോലെ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന സുഹൃത്തുക്കൾക്കായി ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.